ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെ മുന്നിലിരുന്ന് മുന്നായൊരു മാമു തിന്നാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അല്ലിക്കുട്ടി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി കണ്ണന് വേണ്ടി കദളിപ്പഴവും താമരമൊട്ടുമെല്ലാം വാങ്ങി അമ്പലനടയിലോട്ട് നടന്നു. വർക്കിംഗ് ഡേ ആയത് കാരണം ഇന്ന് തിരക്ക് കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പോയതെങ്കിലും ചെന്ന് നോക്കിയപ്പോഴല്ലേ നല്ല തിരക്കായിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഫോണും മറ്റു സാധനങ്ങളെല്ലാം വെച്ച് ഉണ്ണിക്കണ്ണൻ്റെ നടയിലിരുന്ന് അല്ലിക്കുട്ടി ആദ്യമായി മുന്നായേരി മാമു കഴിച്ചു. അല്ലിയുടെ കൂടെ ആശയ്ക്കും കൂടി ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശയ്ക്ക് ചോറ് കൊടുത്ത സമയത്ത് ഏട്ടനുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം കൂടി ആശയ്ക്കും ചോറ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ചോറ് കൊടുത്ത ശേഷം ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴുതു പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ സ്റ്റേജിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വന്നിട്ടുള്ള എല്ലാവരും ഒരു 5 മിനിറ്റെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാകും. കാരണം അത്രയും ഭംഗിയോടുകൂടിയാണ് ഓരോ കുട്ടികളും തങ്ങളുടെ അരങ്ങേറ്റം നടത്തുന്നത്. ആശി കിട്ടിയ അവസരം നോക്കി ആളുകൾക്കിടയിലൂടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് സമയം കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഏട്ടനൊക്കെ പോയിട്ട് വഴിപാടാക്കിയുള്ള പ്രസാദങ്ങളൊക്കെ വാങ്ങി വന്നു. ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഹോട്ടലിൽ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഗുരുവായൂരിലെ ഫേമസ് ആയിട്ടുള്ള നെസ്കഫേ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ 2 സൈഡിൽ നിന്നും ഷോപ്പുകളിൽ നിന്നും ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ നോക്കി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി എല്ലാവരും അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വരുന്നത് വരെ. അപ്പോഴേക്കും മസാല ദോശയും ഗീ റോസ്റ്റും അതുപോലെ തന്നെ പൂരിയും ഒക്കെ എത്തി. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വട നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വടയായിരുന്നു. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എടുക്കുന്നത് അവൾക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക എന്ന്. ആരെന്ത് കഴിച്ചാലും കുടിക്കുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം ഇങ്ങനെ അവളുടെ കണ്ണും ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങി. ഈ ഹോട്ടലിനോടും ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഹലുവകൾ, കൊണ്ടാട്ടങ്ങൾ, ഗുരുവായൂർ പപ്പടം, ചക്കപ്പപ്പടം, അച്ചപ്പം, മുറുക്ക്, അങ്ങനെ പലവിധം ഐറ്റംസും. അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഓർമ്മകളായി വറക്കാനായിട്ട് തേൻ മിഠായിയും ജീരക മിഠായിയും എള്ളുണ്ടയും നാരങ്ങ മിഠായിയും പുളിയിഞ്ചിയും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് പൊരിയും കൊണ്ടാട്ടവും അതുപോലെ തന്നെ പപ്പടങ്ങളൊക്കെ വാങ്ങി. നല്ല ഭംഗിയുള്ള മയിൽപ്പീലി കണ്ടപ്പോൾ അത് വാങ്ങാനൊരാഗ്രഹം. അങ്ങനെ വെറുതെ 3 മയിൽപ്പീലിയും വാങ്ങി. മയിൽപ്പീലിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോഴേക്കും ആശി അച്ഛൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലിക്കുട്ടി ഓരോർക്കൊക്കെ കഴിഞ്ഞ് അവൾക്ക് വാങ്ങിയിട്ടുള്ള ആനക്കുട്ടിയും കൊണ്ട് കളിച്ചിരിക്കുകയാണ്. ഏട്ടനൊക്കെ ഒറിജിനൽ രുദ്രാക്ഷമാല അന്വേഷിച്ച് പോയ സമയത്ത് ഞങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടും കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരൊക്കെ എത്തി. ഉണ്ണിക്കണ്ണനെ ഒരു പ്രാവശ്യം കൂടി കണ്ടു തൊഴുത് ഞങ്ങൾ വീണ്ടും താമസിയാതെ വരാമെന്ന് പറഞ്ഞ് മെല്ലെ അമ്പലനടയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള അന്നദാനത്തിലുള്ള ഭക്ഷണമൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്പലക്കുളത്തിലാണെങ്കിലോ മഴ പെയ്തതുകൊണ്ട് നിറയെ വെള്ളമുണ്ട്. അതിലാണെങ്കിൽ ഇഷ്ടം പോലെ മീനുകളും. അമ്മ പറഞ്ഞു ഞാനൊന്ന് കാല് കഴുകിയിട്ട് വരാമെന്ന്. ഞങ്ങളങ്ങനെ അമ്പലക്കുളമൊക്കെ കണ്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആനയുടെ ഒരു പ്രതിമ കണ്ടത്. അത് കണ്ടപ്പോഴേക്കും ആശി കാവേരി കാവേരി എന്ന് വളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിർത്തി അവൾക്കൊരു 2 ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് ഞങ്ങൾ നേരെ മമ്മിയൂർ അമ്പലത്തിലോട്ട് തിരിച്ചു. ഗുരുവായൂർ യാത്ര പൂർത്തിയാക്കണമെങ്കിൽ മമ്മിയൂർ കൂടി വന്ന് തൊഴണമെന്നല്ലേ പറയുക. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ നട അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് വന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് വണ്ടിയിലോട്ട് കയറി. ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്കും സമയം ഒരുപാടാകും. ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ബേക്കറി കം റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. നല്ല വെറൈറ്റി ആയിട്ടുള്ള ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ലഞ്ച് കഴിക്കാൻ തോന്നില്ല. പിന്നെ കണ്ണും പൂട്ടി നേരെ മുകളിൽ റെസ്റ്റോറൻറ്റിലോട്ട് കയറി വന്നു. മീൽസായിട്ടും വെജ് ബിരിയാണിയായിട്ടും എല്ലാവരും അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. മീൽസ് ഒരു മിനി സദ്യ തന്നെയായിരുന്നു. പായസം, ശർക്കരപ്പേരി, വറുത്തപ്പേരി, കൊണ്ടാട്ടം, അച്ചാർ, പച്ചടി, കൂട്ടുകറി, കിച്ചടി, ഉപ്പേരി, അവിയൽ, സാമ്പാർ, പപ്പടം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അടിപൊളി മീൽസായിരുന്നു. വെജ് ബിരിയാണിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ഗുരുവായൂർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.